ഈ ഇറച്ചി മുട്ടയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ സലാഡ് കൂടി കൊടുക്കും. അത് തെറ്റായ ഒരു കോമ്പിനേഷനാണ്. ഈ സലാഡ് ഇറച്ചി ദഹിപ്പിക്കേണ്ട നമ്മളുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നിർവീര്യം. അതുകൊണ്ടൊക്കെ കൂടിയാണ് പ്രകൃതി ചികിത്സയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈല്യൂട്ടായി പോകുന്നതുകൊണ്ടാണ് കുടിക്കരുത്. അപ്പോൾ പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനും ഭക്ഷണത്തിലുള്ളപ്പോൾ ഒരു കാരണവശാലും ഭക്ഷണത്തിലുള്ളപ്പോൾ വെള്ളം കുടിക്കുകയോ സലാഡുകൾ, അതായത് ആൽക്കലൈൻ കണ്ടന്റ് കൂടുതലുള്ള സലാഡുകൾ കഴിക്കാതിരിക്കുകയോ ചെയ്യണം. കഴിഞ്ഞു. പറഞ്ഞോ പറഞ്ഞോളൂ. ആർക്കാണ് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടത്? അല്ല, ഇതിനകത്ത് കൈപ്പള്ളിക്ക് സംസാരിക്കണമോ? അല്ല, കൈപ്പള്ളി ഇസ് നോട്ട് ഹിയർ. കൈപ്പള്ളി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോറി, ഞാൻ കേട്ടോ, എനിക്കറിയാം. ഞാൻ കൈതട്ടി പുറത്തു പോയതാണ്. അല്ല, സംഭവം ഇതിനകത്ത് എന്താണ്, ഇറച്ചിയുടെ കൂടെ സാലഡ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ മീറ്റിന്റെ കൂടെ അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കുന്നതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മറ്റേ ഹെൽത്തി പ്ലേറ്റ് എന്നൊക്കെ പറയുന്നതിനകത്ത് തന്നെ ഒരു പോർഷൻ മീറ്റ് കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈക്വലി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ അതിനകത്ത് എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് സാലഡ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രീതി. അതായത് ചിക്കൻ്റെ കൂടെ സാലഡ്സ് വേണം. പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലാതായി പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. നമ്മൾ ഒരു ജീവി എന്നുള്ള രീതിയിൽ പരിണമിച്ച് വന്നപ്പോഴൊക്കെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു നാച്ചുറൽ റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് കുടിക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈല്യൂട്ട് ആയി പോകുന്നില്ല. ഇത് ഒരുപാട് ഭയങ്കര ആൽക്കലൈൻ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഭയങ്കര ആൽക്കലൈൻ ഫുഡ് കഴിക്കുകയാണെന്നുള്ളവർക്ക് എനിക്ക് ചോദിക്കാനുള്ള സംശയം, കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡോ ഹൈഡ്രോക്ലോറിക് ആസിഡോ എല്ലാം കുടിക്കും ഇതിന്റെ കൂട്ടത്തിൽ, ഭയങ്കര ആൽക്കലൈൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഏകദേശം 1.5 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. pH ഈസ് അറൌണ്ട് ബിറ്റ്വീൻ 2 and 3. വളരെ പോർട്ടൻ്റ് ആയിട്ടുള്ള, ഹൈലി കൊറോസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് 2 തൊട്ട് 3 pH ആണ്, എന്ന് വെച്ചാൽ വളരെ ലോ pH ഉള്ള ഒരു ആസിഡാണ്. ഇത് അപ് ടു 2 liters നമ്മുടെ ശരീരം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം എല്ലാ മെഡിക്കൽ ജേർണൽസും WebMD അവരെല്ലാം പറയുന്നത് തന്നെ നിങ്ങൾ വെള്ളം ആവശ്യം പോലെ കുടിക്കണം എന്നാണ്. നമ്മളുടെ ഡൈജഷനെ സഹായിക്കുന്നത് വെള്ളമാണ്. അപ്പം വെള്ളം കുടിക്കാതിരിക്കുന്നത് ഒരിക്കലും നല്ലൊരു ഉപദേശമല്ല. ഒരു മോശമായിട്ടുള്ളൊരു ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ പല ചില വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ വെള്ളം കൊടുക്കാത്ത ഒരു റെസ്റ്റോറൻറ്റ് പണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ അഞ്ജലി തിയേറ്റേഴ്സിൻ്റെ പരിസരത്ത് കദളീവനം അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്നറിയില്ല. അവിടെ ഈ ജ്യൂസുകൾ മാത്രമേ തരൂ, വെള്ളം തരൂല്ല. അത് അവരുടെ ഒരു ഹോൾമാർക്കാണ്. ഞാൻ ചെന്നിട്ട് തന്നെ പറഞ്ഞു അത് പറ്റൂല, എനിക്ക് വെള്ളം കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഉടായിപ്പ് പരിപാടികൾ. വെള്ളം ആവശ്യമാണ്, നമ്മൾ വെള്ളം കുടിക്കണം. നമ്മൾ ഹൈഡ്രേഷൻ ഇസ് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്. കാര്യം നമ്മൾ തന്നെ ബിറ്റ്വീൻ 70 to 75% വെള്ളമാണ്. ഇത്രമാത്രം വെള്ളമുള്ള നമ്മളൊരു മാമലാണ്. ആൻഡ് വി നീഡ് ടു കൺസ്യൂം വാട്ടർ. നമ്മുടെ നമ്മുടെ ടോക്സിൻസിനെ നിർവീര്യമാക്കുക, അതുപോലെ നമ്മുടെ യൂറിൻ ശരിക്ക് പോകണം, നമ്മുടെ കിഡ്നി ഫങ്ഷൻ ചെയ്യണം. ഇതിനൊക്കെ വെള്ളം അത്യാവശ്യമാണ്. ഇപ്പോൾ വെള്ളം ഭക്ഷണം കഴിക്കുമ്പോൾ കുടിക്കരുത് എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്നല്ല, ഇതിനേക്കാളും കൂടുതൽ വിനയത്തോടുകൂടി എനിക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, KP, ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ വെള്ളം വരുന്ന സമയത്ത്, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വയറിനകത്തേക്ക് വെള്ളം വന്നാൽ ഒരു ടെമ്പററി ആയിട്ട് അതിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഡൈലൂട്ട് ആവാൻ പറ്റും. കാരണം ആ എൻവയറോൺമെൻറ്റിനകത്ത് വെള്ളം വന്നുമല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രക്തം ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. ഒരു 7.3 മുതൽ 7.4 വരെയൊക്കെയാണ് അതിൻ്റെ pH. സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്നുള്ളൊരു പദമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഈ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മാറ്റം വന്നാൽ
മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് ബ്ലഡിന്. അപ്പോൾ ബ്ലഡിൻ്റെ പി എച്ച് മാറാതെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന കുറേ കാര്യങ്ങൾ ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ബ്ലഡിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കുടലിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പി എച്ച് മാറാത്തത്? കാരണം നമ്മുടെ ബോഡിയിൽ ഒരു ബഫറിങ് സിസ്റ്റം ഉണ്ട്. അത് വെച്ചിട്ട് പി എച്ച് എപ്പോഴും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് ഫുഡ് ഡൈജഷന് ആവശ്യമായിട്ടുള്ള പി എച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എത്രയാണെന്നുള്ളത് പരിണാമ കാലഘട്ടത്തിൽ നിന്ന് ബോഡി നേടിയെടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. അത് നിങ്ങൾ ഡൈലൂട്ട് ആയാലും അതൊരു ബഫറിങ് സിസ്റ്റം വെച്ചിട്ട് പഴയ പി എച്ചിനകത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിച്ച് പോലും ആ ബഫറിങ് സിസ്റ്റത്തിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തൊരു രസകരമായിട്ടുള്ളൊരു കാര്യം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അല്ല, അത് ശരിയായിരുന്നു എങ്കിൽ കൃഷ്ണപ്രസാദ്, ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് അസിഡിറ്റി ഇപ്പോൾ ഏകദേശം ഒരു 30-40 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുന്നവരും അസിഡിറ്റി ഉണ്ടാകുമ്പം നിങ്ങൾ എന്തിനാണ് ഈ ആൻറ്റാസിഡും ഈ പറഞ്ഞ തൈരും മോരും ഒക്കെ എടുത്ത് കുടിക്കുന്നത്? വെള്ളം കുടിച്ചാൽ പോരെ? വെള്ളം കുടിക്കുമ്പം ഈ ആസിഡിറ്റി കുറയുമോ? ഇൻഫാക്റ്റ് വെള്ളം കുടിക്കുമ്പോൾ ആസിഡിറ്റി കുറച്ച് തൽക്കാലത്തേക്ക് ഒന്ന് കുറഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി അത് സ്പൈക്ക് ചെയ്യും. ആസിഡിറ്റി വിൽ സ്പൈക്ക് എന്നുള്ളതാണ്. ഇവിടെ മുഹമ്മദ് ഇക്ബാൽ ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് പോകണമോ വേണ്ടയോ? ഒരുപാട് ചോദ്യങ്ങൾ